നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മുടെ മാർക്കറ്റില് കൺസോളിഡേഷനോട് കൂടിയിട്ട് ഒരു ചോപ്പി സെക്ഷനാണ് കാണുവാനായിട്ട് കഴിഞ്ഞ ആഴ്ച തുടർച്ചയായി ഉണ്ടായ റാലിക്ക് ശേഷം. ഇന്ന് സെൻസെക്സിന് 90 പോയിന്റുകളുടെ അടുത്ത് നേട്ടം കൈവരിക്കുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റി ബാങ്ക് 146 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. നിഫ്റ്റിയിൽ കാര്യമായ നേട്ടം ഉണ്ടായില്ലെങ്കിൽ കൂടിയും 25,500 എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇന്ന് 25,500 എന്ന ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 25,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കീ സപ്പോർട്ട് ലെവൽ തന്നെയായിരുന്നു എന്ന്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ ഇന്ന് വളരെ നാരോ ആയ റേഞ്ചിലാണ് ട്രേഡിംഗ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ഇന്ന് ഒരു 100 പോയിന്റിന്റെ ട്രേഡിംഗ് റേഞ്ച് പോലും ക്രിയേറ്റ് ചെയ്തില്ല. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും നാരോ റേഞ്ചിലുള്ള കൺസോളിഡേഷൻ ലീഡിംഗ് ഇൻഡസ്ട്രീസ് ആയ സെൻസെക്സിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചത്. NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 1345 കമ്പനികൾ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിച്ചപ്പോൾ 1304 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കുമ്പോൾ റിയാലിറ്റി, FMCG, മീഡിയ, ഫാർമ തുടങ്ങിയ സെക്ടറുകൾ ഇന്ന് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്നതായിട്ട് കണ്ടു. 0.5% മുതൽ 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. തത്സമയം PSU ബാങ്ക് 0.7% നേട്ടം ഉണ്ടാക്കുകയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 0.4% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോളോ ഹോസ്പിറ്റൽസ്, ഭാരത് ഇലക്ട്രോണിക്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഡസ് ഇൻഡ് ബാങ്ക്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നേട്ടം കൈവരിച്ചപ്പോൾ നിഫ്റ്റിയിൽ ആക്സിസ് ബാങ്ക്, നെസ്ലെ ഇന്ത്യ, ശ്രീറാം ഫൈനാൻസ്, ഇറ്റേണൽ, ട്രെൻ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 22 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 85.53 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. രാവിലെ പ്രീ മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള നെഗോസിയേറ്ററെ നമ്മൾ അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സെൻസിറ്റീവ് സ്റ്റേജിലൂടെയാണ് ഡിസ്കഷനൊക്കെ കടന്നു പോകുന്നത്. എന്തെങ്കിലും കാരണവശാല് ട്രേഡ് നെഗോസിയേഷൻ പരാജയപ്പെടുകയാണെങ്കിൽ പുതിയ താരിഫ് അനുസരിച്ച് 26% ഉയർന്ന താരിഫ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. നമ്മുടെ മാർക്കറ്റിനെ മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റിനെയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. നിലവില് ട്രേഡ് നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക ആവശ്യപ്പെടുന്നത് അമേരിക്കൻ വാഹന വിപണിക്കും കാർഷിക വിപണിക്കും ഇന്ത്യയിലേക്ക് 0 എൻട്രി കൊടുക്കണമെന്നാണ്. അതായത് അവിടെ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഇന്ത്യയിൽ അഡീഷണൽ നികുതി ഏർപ്പെടുത്താതെ ഇവിടെ സെല്ല് ചെയ്യാനുള്ള അനുമതി കൊടുക്കണമെന്നും, അതുപോലെ തന്നെ അവരുടെ കാർഷിക പ്രൊഡക്റ്റുകൾ, അതായത് ഇൻക്ലൂഡിങ് ഫെർട്ടിലൈസർ, അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇതുവരെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം അത് ലോങ് റണ്ണിൽ മനുഷ്യന് തീർച്ചയായിട്ടും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. അതുമൂലമാണ്. പക്ഷെ ട്രംപ് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ അമേരിക്കൻ വാഹനങ്ങൾ നികുതി ഇല്ലാതെ ഇന്ത്യയിലേക്ക് വന്ന് വിപണനം നടത്താൻ തുടങ്ങിയാൽ അത് ഇന്ത്യയിലെ ഓട്ടോ സെക്ടറിൽ അതിഭീകരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. ഈ 2 കാരണങ്ങളും ട്രംപ് ഊന്നി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് നെഗോസിയേഷൻ എത്രത്തോളം വിജയിക്കുമെന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് താരിഫിന്റെ ഡെഡ് ലൈനിലേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റൊക്കെ അതിന്റെ ഒരു പ്രഷറിലൂടെയാണ് കടന്നു പോകുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. രാവിലെ നമ്മൾ കണ്ടു ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായിട്ടായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നഷ്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ജപ്പാന്റെ നിക്കി 225 ആണ്. 500 പോയിന്റുകളുടെ നഷ്ടം സംഭവിക്കുകയുണ്ടായി. നിക്കി 225ഉം ഇന്തോനേഷ്യൻ മാർക്കറ്റും ഒഴിച്ചാല്
എല്ലാ മാർക്കറ്റുകളും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ഏഷ്യൻ മാർക്കറ്റ്സിൽ അവസാനിപ്പിക്കുകയുണ്ടായത്. തത്സമയം ഹോങ്കോങ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ കുറച്ച് ദിവസങ്ങളായി ഇടിവിലായിരുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും നഷ്ടത്തോടു കൂടിയായിരുന്നു വ്യാപാരമെങ്കിൽ നിലവില് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡില് 1.3% ഉയർച്ചയാണ് നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എലൻ ബാരി ഇൻഡസ്ട്രിയൽ ഇന്ന് കമ്പനി NSEയിലും BSEയിലും IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 10% ലിസ്റ്റിംഗ് ഗെയിൻ നേടുകയുണ്ടായി. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി സോളാർ മോഡുലർ പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നതായിട്ടുള്ള തൽഫലമായി തന്നെ നൗമ എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റോക്കിന്റെ പ്രൈസ് 1801 രൂപ പെർ ഷെയർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. NCC പലവിധ ഓർഡറുകളിൽ നിന്നായിട്ട് ആകെ 1691.5 കോടി രൂപയുടെ പുതിയ കോൺട്രാക്റ്റുകൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. CG പവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 3000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുവാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. കൽപാത്രു പ്രോജക്ട്സ് 989 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചു. അപ്പോളോ ഹോസ്പിറ്റൽസ് കമ്പനിയുടെ ബോർഡ് കമ്പനിയുടെ റീസ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്രൂവൽ നൽകുകയുണ്ടായി. തൽഫലമായിട്ട് ഡിജിറ്റൽ ഹെൽത്തും ഫാർമസി ബിസിനസ്സും സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യും. കൽപാത്രു സ്റ്റോക്ക് ഇന്ന് BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തു. 9% നേട്ടം കൈവരിക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഏവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ 8 മണിക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.